സംസ്ഥാന സർക്കാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗവർണറെ യാത്രയയക്കാൻ സർക്കാർ പ്രതിനിധികൾ എത്തിയില്ല. കേരള സർക്കാർ സാമാന്യ മര്യാദ പോലും കാട്ടിയില്ല. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും യാത്രയയപ്പിൽ പങ്കെടുത്തില്ല. ഗവർണറോടുള്ള വൈരാഗ്യം എന്താണെന്നറിയാം. അഴിമതിക്കെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ താൽപര്യങ്ങൾക്കെതിരെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചുവെന്നും വി മുരളീധരൻ പറഞ്ഞു. കേരളത്തിൻ്റെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഒഴിഞ്ഞ് ഇന്ന് കേരളത്തിൻ്റെ രാജ്ഭവനിൽ നിന്ന് യാത്ര തിരിച്ചപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു പ്രതിനിധി പോലും അദ്ദേഹത്തെ യാത്രയയക്കാൻ എത്തിയില്ല എന്നുള്ളത് കേരളത്തിന് തന്നെ അപമാനകരമാണ്. കേരളം ലോകം മുഴുവൻ ആതിഥ്യ മര്യാദയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു നാടാണ്. നമ്മൾ ലോകത്ത് നിന്ന് എവിടെ നിന്ന് ആളുകൾ വന്നാലും അവരെ സ്വീകരിക്കുന്നവരാണ്. അവരോട് സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റം അത് പ്രകടിപ്പിക്കുന്നവരാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടായിട്ടും അദ്ദേഹം ഗവർണറെ ഇന്ന് അദ്ദേഹം യാത്ര പറയുമ്പോൾ രാജ്ഭവനിൽ അദ്ദേഹത്തിന് യാത്രയയക്കാൻ ചെല്ലുകയോ അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തുകയോ മന്ത്രിസഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി പോലും പോകാതിരിക്കുകയോ ചെയ്തത് കേരളത്തിൻ്റെ ആതിഥ്യ മര്യാദയുടെ പാരമ്പര്യം, ആ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് ഒരുപക്ഷെ അത് താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായിരുന്നിരിക്കില്ല അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ. പക്ഷേ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് അദ്ദേഹത്തെ യാത്രയയക്കാൻ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളൊന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ പൊതുമനസ്സാക്ഷിയുടെ അഭിപ്രായം.